വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഫസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. നമുക്ക് പോയിന്റ് മാത്രമേ 6 മാർക്ക് 4 നമുക്ക് എന്താണെന്ന് നോക്കാം. സിംഗിൾ ആൻഡ് unconnected figures are not statistics. It should be aggregates of facts. Statistics are aggregate of facts എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്റ്റുകളുടെ ഫാക്റ്റുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി അഫക്റ്റഡ് ടു എ മാർക്ക്ഡ് എക്സ്റ്റെന്റ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫാക്ട്സ് ആർ അഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. നമ്പറുകളുടെ ഒരു പാറ്റേൺസിനെ ഫാക്ടേഴ്സിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട്സ് എന്ന് പറയുക, അല്ലേ? തേർഡ് പോയിന്റ്, they must be numerically expressed. Qualitative expressions like good, bad, beauty, etc. do not form part of statistical study. It should be numerically expressed. നമ്മൾ എന്താണ് ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ന്യൂമറിക്കൽ സംഖ്യാരൂപത്തിലുള്ള വാല്യൂസാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന് മറ്റൊരു ഫീച്ചറായി നമുക്ക് പറയാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആയ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദേ ഷുഡ് ബി കളക്റ്റഡ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ, അല്ലേ? The data should be collected in a systematic manner according to a well prepared plan, അല്ലേ? നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ച എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? അതേപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും ദേ ഷുഡ് ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് ഓർഡർ. നമ്മൾ ഏത് ഡേറ്റകൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ഓർഡർ പ്രിപ്പയർഡ് പ്ലാനിൽ വെൽ പ്രിപ്പയർഡ് പ്ലാനിലൂടെ ആയിരിക്കണം എന്ത് ഡേറ്റകൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. Fifth point, they should be collected for a predetermined purpose. The purpose for which the data are to be collected should be specified and well defined. അപ്പം എന്താണ്, ദേ ഷുഡ് ബി കളക്റ്റഡ് ഫോർ എ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്. നമ്മൾ എന്താണ് അതിൽ നിന്ന് ഈ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പർപ്പസ്, എന്താണ് ലക്ഷ്യമിടുന്നത്, എന്താണ് നമ്മുടെ മനസ്സിലേക്ക് എയിം, ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് പർപ്പസ്, ഇത് അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി കളക്റ്റഡ് ഫോർ എ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്. നമ്മൾക്ക് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹമുള്ളത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, അത് സാഫല്യമാക്കുക എന്നതാണ്, അല്ലേ? Sixth point, they should be enumerated or estimated according to a reasonable standard of accuracy. Enumerated, അല്ലേ? എനുമറേറ്റ് ചെയ്യുന്നു. സർവേ ഒക്കെ നടത്തുക, സെൻസസ് നടത്തുന്ന വ്യക്തി എനുമറേറ്റർ എന്നാണ് പറയുക. അവർ ചെയ്യുന്ന വർക്കിനെ എനുമറേറ്റഡ് എന്നാൽ എസ്റ്റിമേറ്റഡ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഡേറ്റകൾ കളക്ട് ചെയ്തു, ആ കളക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീ ഡിറ്റർമിൻഡിലൂടെ പർപ്പസിലൂടെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയി എനുമറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റൊരു എയിമായിട്ട് പറയാൻ സാധിക്കുക. ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ഒരു പ്ലേസ് മറ്റൊരു പ്ലേസുമായി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുക, അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണോ? അല്ല, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷണൽ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കറിയാം അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്, അല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റും ഫാക്റ്റുകളുടെ അഗ്രിഗേറ്റ്സ് ആണ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി അഫക്റ്റ് മാർക്ക്ഡ് എക്സ്റ്റെൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്, അല്ലേ? മാർക്ക്ഡ് ചെയ്യുന്നു, അല്ലേ? മാർക്ക്ഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഒത്തിരിയേറെ ടോപ്പിക്കുകൾക്കുണ്ട്, ഓരോ ടോപ്പിക്കും സെപ്പറേറ്റ് ആയി പഠിച്ച് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇല്ലേ? അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ദേ മസ്റ്റ് ബി ന്യൂമറിക്കലി എക്സ്പ്രസ്. ഇത് എങ്ങനെയാണ് നമ്മൾ മലയാളം എഴുതുന്ന പോലെ വരി വലിച്ച് എഴുതേണ്ട കാര്യമുണ്ടോ? ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അത് എന്താണെന്ന് അത് സംഖ്യാരൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു
ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ദേ ഷുഡ് ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഒരു മാനറും ഇല്ലാതെ, ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ ഓർഡറിൽ ചെയ്ത് ആ ദിവസം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അത് സിസ്റ്റമാറ്റിക് ഓർഡറിലൂടെ ആയിരിക്കണം നമ്മൾ ഡേറ്റകൾ കളക്ട് ചെയ്യേണ്ടത് എന്നാണെന്ന് അതിൽ നിന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുക. ദേ ഷുഡ് ബി കളക്റ്റഡ് ഫോർ എ പ്രീ ഡെറ്റർമിൻഡ് പർപ്പസ്. നമ്മൾ ഡേറ്റകൾ സിസ്റ്റമാറ്റിക് ഓർഡറിൽ കളക്ട് ചെയ്യുന്നത് പറഞ്ഞു. അതിൻ്റെ എയിം എന്താണ്, ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക, അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തണം. ദേ ഷുഡ് ബി എന്യൂമറേറ്റ് ഓർ എസ്റ്റിമേറ്റ് അക്കോർഡിംഗ് ടു റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ആക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യതയോടുകൂടി എസ്റ്റിമേറ്റ് കണക്കാക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യേണ്ടത്. ലാസ്റ്റ് പോയിന്റ് അതാണ്, ഇറ്റ് ഷുഡ് ബി പ്ലേസ് ഇൻ എ റിലേഷൻ ടു ഈച്ച് അതർ അല്ലേ. ഒരു പ്ലേസ് മറ്റൊരു റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഒരു കാര്യം മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുക. ഇത് ഇത്രയും ഫീച്ചറാണ് എന്തിനുള്ളത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഉള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ 5 യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ യൂസസ് നോക്കുക. ഫസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ലൈക്ക് ആവറേജസ്, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കോറിലേഷൻ ആർ യൂസ്ഡ് ടു ബ്രിങ് ഔട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അവൈലബിൾ ഡേറ്റ അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് പഠിക്കാൻ പോകുന്നത് ഏതാണ്, ആവറേജസ് ശരാശരി അല്ലേ, ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാലും അത് ശരാശരി തന്നെ, സ്ക്യൂനെസ്, കോറിലേഷൻ, ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഫസ്റ്റ് യൂസസ് നിങ്ങൾക്ക് എഴുതാം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അത് ഏതൊക്കെയാണ്, ആവറേജസ്, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കോറിലേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ടൈം സീരീസ് analyzers help to find out the seasonal variations in the habits and taste of the people. അപ്പം ഒരു വ്യക്തിയുടെ ആളുകളുടെ ടേസ്റ്റും അതുപോലെ ഹാബിറ്റ്സും അനുസരിച്ച് നമ്മൾ സീസണൽ വേരിയേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നത് ടൈം സീരീസ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസസ് എന്താണ്, ടൈം സീരീസ് അനലൈസസ് എന്ന് എഴുതാം. തേർഡ് പോയിന്റ്, റിഗ്രഷൻ അനലൈസസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ production and sale, input and output etc. They are useful for prediction. ചെയ്യുക, പ്രവചിക്കുക എന്നാണല്ലേ. പ്രവചിക്കാൻ, മുൻകൂട്ടി പ്രവചിക്കാൻ യൂസ്ഫുൾ ആയ ഒരു രീതിയാണെന്ന് പറയുന്ന മെത്തേഡാണ് ഇത് പറയുന്നത് സ്റ്റഡീസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റിഗ്രഷൻ അനലൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനും സെയിൽസ് നമ്മൾ റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അതിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നുണ്ട്, റിഗ്രഷൻ അനലൈസസ് എന്ന് പറയാൻ സാധിക്കുന്നു. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലാണിത് റിലേഷൻ നടത്തുന്നത്. അതിനാണിത് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന് മറ്റൊരു യൂസസ് ആയി പറയാൻ സാധിക്കുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഈസ് ടു ഫൈൻഡ് വെദർ ദി മാനുഫാക്ചറിങ് ഗുഡ്സ് കൺഫേം ടു സ്പെസിഫിക്കേഷൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അല്ലേ, യാതൊരു കൺട്രോളും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി, നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമാണിത് കസ്റ്റമേഴ്സ് ഇഷ്ടംപോലെ ധാരാളം കസ്റ്റമർ വന്ന പ്രോഡക്റ്റുകൾ വാങ്ങുകയുള്ളൂ. അപ്പോൾ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റൊരു യൂസസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ലാസ്റ്റ് പോയിന്റ്, ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇക്കണോമിക് ഡിസിഷൻസ്. ഇൻഡെക്സ് നമ്പർ നിങ്ങൾക്കറിയാം, നല്ല പരിചയമുള്ള ടൈമാണ് അല്ലേ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് എന്താണ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുഞ്ഞു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇൻഡെക്സ് നമ്പർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ പ്രോജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നതിൽ ഒറ്റ ഒരു പോയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകൂല്ലേ. അപ്പോൾ എന്താണ്, ഇക്കണോമിക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ്ഫുള്ളായ ഒരു രീതിയാണെന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസസ് ഏതൊക്കെയാണ്, ഫസ്റ്റ് പോയിന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. സെക്കൻഡ് പോയിന്റ് ടൈം സീരീസ് അനലൈസസ്. തേർഡ് പോയിന്റ് റിഗ്രഷൻ അനലൈസസ്. ഫോർത്ത് പോയിന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ലാസ്റ്റ് പോയിന്റ് ഇൻഡെക്സ് നമ്പേഴ്സ്. പഠിച്ചു കഴിഞ്ഞില്ലേ മക്കളെ? അപ്പോൾ എന്താണ് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു നോക്കിയേ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ടൈം സീരീസ് അനലൈസ്, റിഗ്രഷൻ അനലൈസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ലാസ്റ്റ് പോയിന്റ് ഇൻഡെക്സ് നമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്?
സ്റ്റഡീസിൻ്റെ മെയിൻ ഫങ്ഷൻ ഏതാന്ന് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ്, it presents the data in precise and definite form so that it is easy to understand. സ്റ്റാറ്റിസിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ എഴുതാം. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ ഈസി ആണെന്ന് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലേ. ഡാറ്റ പ്രഷ്യസ് ചെയ്യാനും ഡെഫിനേറ്റ് ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. ഇതറിയില്ല എങ്കിൽ ഇത്ര മാത്രം എഴുതിയാൽ മതി എന്നാണ്. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കി എഴുതാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, സിൻസ് ഫിഗേഴ്സ് ആർ കണ്ടൻസ്ഡ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് വേ, കമ്പാരിസൺ ബിറ്റ്വീൻ വെരി സിമ്പിൾ. അപ്പം എന്താണ് സെക്കൻഡ് പോയിന്റ് എഴുതാം, ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല അല്ലേ. കമ്പാരിസൺ ബിക്കംസ് വെരി സിമ്പിൾ, കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമായ ഒരു രീതിയാണെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന്. പ്രൊഡക്ഷനും ഇൻകമും തമ്മിൽ എക്സ്പെൻസും ഇൻകം തമ്മിൽ അതുപോലെ തന്നെ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, പർച്ചേസും സെയിൽസും തമ്മിൽ കമ്പാരിസൺ നടത്താം, എക്സ്പെൻസ് ഇൻകമായി കമ്പാരിസൺ നടത്താം അല്ലേ. ഇങ്ങനെയൊക്കെ കമ്പാരിസൺ നടത്തുന്നതിനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പറുകളെ ഒരു പേപ്പറും മറ്റൊരു പേപ്പറുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് എക്സാം മാർക്ക് കിട്ടുമ്പോൾ ഒരു സബ്ജക്റ്റിൽ മറ്റു സബ്ജക്റ്റ് മാർക്കുമായി കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷനായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്പാരിസൺ ബിക്കംസ് വെരി സിമ്പിൾ, അത്ര മാത്രമേ നമുക്ക് നോട്ട് ചെയ്ത് എഴുതേണ്ട കാര്യമുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് അല്ലേ. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ എന്താണ്. നമുക്കൊരു പനി വന്നു അല്ലേ, ഏത് തരത്തിലുള്ള പനിയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ആ ടെസ്റ്റിംഗ് ഒന്നെങ്കിൽ യെസ് ഓർ നോ എന്ന ആൻസർ പറയുന്നു അല്ലേ. ഇങ്ങനെയാണത് പറയുന്നത് ടെസ്റ്റിങ്ങും ഹൈപ്പോത്തസിസ് എന്നുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വൈഡ്ലി യൂസ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ്സ് വൈഡായി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അതുകൊണ്ടാണ് അത് ഫോർമുലേറ്റ് ചെയ്യാനും ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ്ഡ് ഫോർ പ്രൊഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു രീതിയാണെന്ന് പറയാം ബിസിനസ്സിൽ അല്ലേ. ബിസിനസ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് പ്രൊഡിക്റ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്കുക, ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അല്ലേ. നമുക്ക് വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ റിലേഷനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഫങ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് മക്കളെ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ് പോയിന്റ്, കമ്പാരിസൺ ബിക്കംസ് വെരി സിമ്പിൾ. തേർഡ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഫോർത്ത് പോയിന്റ്, ഇൻ ബിസിനസ് എന്തിലാണ് സ്റ്റഡീസ് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് സ്റ്റഡീസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് റിലേറ്റ് ചെയ്യാണ് അവ സ്റ്റഡി ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു അല്ലേ. അപ്പം എന്തൊക്കെ പോയിന്റാണ് പറയാൻ സാധിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ് പോയിന്റ് കമ്പാരിസൺ. തേർഡ് പോയിന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഫോർത്ത് പോയിന്റ് ഇൻ ബിസിനസ്. ലാസ്റ്റ് പോയിന്റ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വിത്തിൻ സ്റ്റഡീസ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദി ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് അല്ലേ. നോക്കിക്കോ, ഫസ്റ്റ് ലിമിറ്റേഷൻസ്, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ദോസ് പ്രോബ്ലംസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻസ് അല്ലേ. പ്രോബ്ലംസ് നമുക്ക് ഏത് വ്യക്തിക്കാണ് എന്തെങ്കിലുമൊക്കെ ഒരു നിസ്സാര പ്രോബ്ലം ഉണ്ടാവില്ലേ, പ്രശ്നങ്ങളുണ്ടാവും അല്ലേ, അതൊക്കെ സോൾവ് ചെയ്യുന്നത് ആ പ്രോബ്ലം ഉണ്ടാകുന്നതാണ് അത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുക അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ആണെന്ന് പറയുന്നത്, ക്വാളിറ്റി അല്ല അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ. അത് എത്ര പ്രശ്നമെന്ന് ഒരിക്കലും ഇത്രയുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും ആ പ്രോബ്ലത്തെ നമുക്ക് ക്വാണ്ടിറ്റി ചെയ്യാൻ സാധിക്കില്ല, ക്വാണ്ടിറ്റേറ്റീവ് ആണെന്ന് അല്ലേ. സെക്കൻഡ് പോയിന്റ്, സ്റ്റഡീസ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ കേസ്. ഓരോ വ്യക്തിയെക്കുറിച്ചും
സ്റ്റഡീസിൽ സ്റ്റഡി ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അവിടെ ഗ്രൂപ്പ് സ്റ്റഡിയേ ഉള്ളൂ. ഓരോ വ്യക്തിയും അല്ല, ഒരു വീട്ടിൽ 5 പേരുണ്ട്, 5 പേര് ഓരോരുത്തരും പേരെടുത്ത് എന്താണ് സ്റ്റഡി ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നിങ്ങളുടെ ക്ലാസ്സിൽ 19 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റുഡൻസിനും എടുത്ത് പഠിക്കാൻ സാധിക്കുമോ? ഇല്ല. അവിടെ ഗ്രൂപ്പ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് പോയിന്റ് അത് തന്നെയാണ് അതിൻ്റെ ലിമിറ്റ്. ഇൻഡിവിജ്വൽ കേസിൽ എന്താണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് റിസൾട്ട്സ് ആർ ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ് അല്ലേ. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിസൾട്ട് തന്നെ ആവറേജ്, ശരാശരി, അത് കറക്റ്റ് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ബേസ്ഡ് ഓൺ അപ്രോപ്രിയേഷൻ ആൻഡ് ക്യാൻ നെവർ ബി പെർസെൻറ്റേജ് ആക്യുറേറ്റ് അല്ലേ. നമുക്കറിയാം അപ്രോപ്രിയേഷൻ്റെ ബേസിലായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുക അല്ലേ. ഇത്ര പെർസെൻറ്റേജിന് ഒരിക്കലും നമുക്ക് ഒരിക്കലും ബേസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ബി മിസ്യൂസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോഴും എന്താണ് മിസ്യൂസ്. അത് ഒരു ആവറേജസ് ആയി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്താണ് അത് എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് മിസ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ലിമിറ്റേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻസ് കേപ്പബിൾ അല്ല എന്ന്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് പോയിന്റ് നോക്കുക, ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻസ് മാത്രമാണിത് കേപ്പബിൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് പോയിന്റ്, ഇൻഡിവിജ്വൽ കേസ് സ്റ്റഡി ചെയ്യാൻ സാധിക്കില്ല. തേർഡ് പോയിന്റ്, ആവറേജസ് മാത്രമേ ട്രൂ ആയിട്ട് റിസൾട്ട് ലഭിക്കുകയുള്ളൂ സ്റ്റാറ്റിസ്റ്റിക്സിൽ. നെക്സ്റ്റ് പോയിന്റ്, അപ്രോപ്രിയേറ്റ് ബേസിലായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ അല്ലേ. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പ്രൈമറി ഡേറ്റാസ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ ബിക്കോസ് ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് കളക്ട്സ് ദി ഡേറ്റ. Secondary data are not original because they are collected by somebody. എന്താണ് പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ ക്യാരക്ടർ ആണല്ലേ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ ക്യാരക്ടർ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണത്. ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ചെയ്യുന്നു. ഡേറ്റ കളക്ട് ചെയ്യുന്ന ആരാണ്? ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഡേറ്റയാണ്. ഇതിനെയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുക. സെക്കൻഡറി ഡേറ്റാസ് ആർ നോട്ട് ഒറിജിനൽ ബിക്കോസ് ദേ ആർ കളക്റ്റഡ് ബൈ സംബഡി. സെക്കൻഡറി ഡേറ്റ ഒറിജിനൽ ഡേറ്റ അല്ല. ആ കളക്ട് ചെയ്ത ഡേറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സെക്കൻഡ് പോയിന്റ്, കളക്ഷൻ ഓഫ് പ്രൈമറി ഡേറ്റാസ് ആർ expensive and time consuming, but secondary data is less expensive and less time consuming. പ്രൈമറി ഡേറ്റയുടെ കേസിൽ എന്താണ്? എക്സ്പെൻസും ടൈമും കൺസ്യൂം ചെയ്യുന്നതാണ്. ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എന്താണ്? ടൈമും വരുന്നുണ്ട്, അതുപോലെ എക്സ്പെൻസും വരുന്നത്. സെക്കൻഡറി ഡേറ്റ ആകുമ്പോൾ എന്താണ്? എക്സ്പെൻസും കുറവാണ്, അതുപോലെ ടൈമും കുറവാണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ്, പ്രൈമറി ഡേറ്റാസ് are in the shape of raw materials, whereas secondary data is in the shape of finished products. പ്രൈമറി ഡേറ്റ റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ. റോ മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിലെത്തുന്നത് പ്രൈമറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ ആണെങ്കിൽ എന്താണ്? ഒരു പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഉണ്ടാവുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 3 ഡിഫറൻസ് നമുക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്രൈമറിയുടെ ഒറിജിനൽ ഡേറ്റകളാണ്. സെക്കൻഡറി ഡേറ്റയിലോ ഒറിജിനൽ ഡേറ്റ അല്ല. സെക്കൻഡ് പോയിന്റ്, പ്രൈമറി ഡേറ്റയിൽ എക്സ്പെൻസും ടൈമും എന്താണ്? ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ വരുന്നു. സെക്കൻഡറി ഡേറ്റയിൽ എക്സ്പെൻസും ടൈമും വളരെ കുറവായിരിക്കും. തേർഡ് പോയിന്റ്, പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ഒരു ഷേപ്പാണ്, ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. സെക്കൻഡറി ഡേറ്റോ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ലഭിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടേബിൾ? ഒരു നല്ലൊരു ടേബിൾ
പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽ ക്വാളിറ്റീസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ടേബിൾ ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ടേബിൾ തയ്യാറൊക്കെ വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. നമ്പർ 2, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ ടൈറ്റിൽ. ടൈറ്റിൽ അടങ്ങിയിരിക്കണം അല്ലേ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ്. ടേബിൾ കണ്ടാൽ അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. തേർഡ് പോയിന്റ്, ദ ടേബിൾ ഷുഡ് ബി വെൽ ബാലൻസ്ഡ് ഇൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലേ? ടേബിൾ എന്തുണ്ടായിരിക്കണം? വെൽ ബാലൻസ്ഡ്, ലെങ്തും ബ്രെഡ്ത്തും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഫാക്ട്സ് ഷുഡ് ബി നോ അറേഞ്ച്ഡ് ഇൻ എ ടേബിൾ ദാറ്റ് ദി കമ്പാരിസൺ ബിറ്റ്വീൻ ദം ബിക്കം ഈസി അല്ലേ? നമുക്കറിയാം ഫാക്റ്റുകൾ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണെന്ന് പറയുന്ന ടേബിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ക്യാപ്ഷൻസ് ആൻഡ് ഹെഡിങ്സ് മസ്റ്റ് ബി സെൽഫ് എക്സ്പ്ലാനറ്ററി. ഹെഡിങ്ങിലും ക്യാപ്ഷൻസ് സബ് ഹെഡിങ്ങിലൊക്കെ നമ്മൾ എന്താണ് സെൽഫായിട്ട് എക്സ്പ്ലെയിൻ കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, ദ മെയിൻ ഹെഡിങ് ഷുഡ് ബി ഫ്യൂ ആസ് ഫാർ ആസ് പോസിബിൾ. മെയിൻ ഹെഡിങ്ങിലും നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂ ആയിട്ട് മെയിൻ ഹെഡിങ് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, യൂണിറ്റ് ഓഫ് മെഷറിംഗ് മസ്റ്റ് ബി ക്ലിയർലി ഷോൺ. മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സുകളും അഡോപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, ലൈറ്റ് ആൻഡ് ഹെവി റൂളിംഗ് മേ ബി യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് സബ് കോളംസ് ആൻഡ് മെയിൻ കോളംസ്. സബ് കോളംസും മെയിൻ കോളംസും നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റ് ആൻഡ് ഹെവി റൂളിലൂടെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ദർ ആർ നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ദേ ഷുഡ് ബി ലെറ്റേഡ് ഓർ നമ്പേർഡ് ഫോർ ഈസി റെഫറൻസ് അല്ലേ? ടേബിളിൽ നമ്പർ ഓഫ് കോളംസ് ഉണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഷുഡ് ബി ലെറ്റേഡ് ഓർ നമ്പേർഡ് അല്ലേ? ഒന്നെങ്കിൽ ലെറ്ററിലൂടെ അല്ലെങ്കിൽ നമ്പറിലൂടെ ഈസിയായി റെഫറൻസ് ചെയ്തിരിക്കണം. ഇത്രയുമാണ് എന്ത് പറയുന്നത്? ഗുഡ് ടേബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഫസ്റ്റ് പോയിന്റ് നോക്കുക, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ് പോയിന്റ്, ടൈറ്റിൽ. തേർഡ് പോയിന്റ്, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ബിക്കംസ് ഈസി. നെക്സ്റ്റ് പോയിന്റ്, captions and heading. Next point, main heading. Next point, units of measurement. Next point, sub columns and main columns. Last point, number of columns in a table. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. Next, what are the parts of statistical table? First point, title number അല്ലേ? ഈച്ച് ടേബിൾ ഷുഡ് ബി നമ്പേർഡ്. ഓരോ ടേബിളിനും എന്താണ്? നമ്പർ കൊടുത്തിരിക്കണം അല്ലേ? ഇനി ദ നമ്പർ മേ ബി ഗിവൺ ഐദർ ഇൻ ദി സെൻറ്റർ അറ്റ് ദി ടോപ്പ് എബവ് ദി ടൈറ്റിൽ, ഇൻ ദി സൈഡ് ഓഫ് ദി ടൈറ്റിൽ, ഓർ ഇൻ ദി ബോട്ടം ഓഫ് ദി ടേബിൾ ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ദ നമ്പർ ഗിവൺ ടു ദി ടേബിൾ എനേബിൾസ് ഈസി റെഫറൻസ് അല്ലേ? നമ്മൾ ഓരോ ടേബിൾ വരയ്ക്കുമ്പോൾ അതിന് പ്രത്യേകം ഒരു നമ്പർ കൊടുത്തിരിക്കണം. അതിൽ സെൻട്രൽ ടോപ്പിൽ എന്ത് ചെയ്തിരിക്കണം? നമ്പറാണ് കൊടുക്കേണ്ടത്. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് കൊടുക്കുന്നത്. ഇനി നമ്പർ 2, ടൈറ്റിൽ ഓഫ് ദി ടേബിൾ. ടേബിളിന് എന്ത് കൊടുക്കണം? ടൈറ്റിൽ കൊടുക്കണം അല്ലേ? ഈച്ച് ടേബിൾ ഷുഡ് ബി ഗിവൺ എ സ്യൂട്ടബിൾ ടൈറ്റിൽ അല്ലേ? തേർഡ് പോയിന്റ്, ക്യാപ്ഷൻ ഓർ ബോക്സ് ഹെഡിങ് അല്ലേ? ബോക്സ് ഹെഡിങ് കൊടുക്കണം അല്ലേ? ക്യാപ്ഷൻസ് റെഫേഴ്സ് ടു ദി കോളം ഹെഡിങ് അല്ലേ? കോളം ഹെഡിങ് കൊടുക്കണം. അതാണ് ക്യാപ്ഷൻ ഓർ ബോക്സ് ഹെഡിങ് എന്ന് പറയുക. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റബ് റോ ഹെഡിങ് അല്ലേ? റോ സബ്സ് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ഓഫ് ദി റോസ് ആൻഡ് റോ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബോഡി. The body of the table contains numerical information. This is the most vital part of the table. The data collected for presented in the body of the table. Body or field എന്നൊക്കെ പറയില്ലേ? അതിലെന്താണ്? ന്യൂമറിക്കൽ ഇൻഫർമേഷൻസ് ആണെന്ത്? ബോഡി ഓഫ് ടേബിൾ വേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, ഹെഡ് നോട്ട്. ഇറ്റ് ഈസ് എ ബ്രീഫ് എക്സ്പ്ലനേറ്ററി body of the table, tabling to major part of the materials in the table അല്ലേ? നെക്സ്റ്റ് പോയിന്റ്, footnote. Footnotes are placed directly below the body of the table whichever it is required അല്ലേ?
ലാസ്റ്റ് പോയിന്റ് സോഴ്സ് നോട്ട്. നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ അല്ലേ? എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ അത് നോട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൻ്റെ പാർട്സ്: ഫസ്റ്റ് ടേബിൾ നമ്പർ, സെക്കൻഡ് ടൈറ്റിൽ ഓഫ് ദി ടേബിൾ, തേർഡ് ക്യാപ്ഷൻ അല്ലെങ്കിൽ കോളം ഹെഡിങ് എന്ന് വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് സബ് എന്ന് പറഞ്ഞാൽ റോ ഹെഡിങ് ആണ്. നെക്സ്റ്റ് ബോഡി. നെക്സ്റ്റ് പോയിന്റ് ഹെഡ് നോട്ട്. നെക്സ്റ്റ് പോയിന്റ് ഫുട് നോട്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻട്രി ചെയ്യാൻ വിട്ടുപോയാൽ നമ്മൾ NP എന്നൊക്കെ പറഞ്ഞ് എഴുതില്ലേ, അതാണ് ഫുട് നോട്ട്. ലാസ്റ്റ് പോയിന്റ് സോഴ്സ് നോട്ട്. ഏതൊക്കെ സോഴ്സസിലൂടെയാണ് ഇത് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്? യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ. ഡൗട്ട്സ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.